ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സ്പൈസി ഡോണട്ട് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഇന്ന് ഉപ്പും മുളകും കുരുമുളകും ഇട്ടിട്ട് ഒരു 6 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യണമെന്നില്ല, അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഫുഡ് പ്രോസസ്സറിലിട്ടിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കരുത് കേട്ടോ, അരച്ചിട്ട് തന്നെ എടുക്കണേ. പിന്നെ വേണ്ടത് ഇതിൽ കുരുമുളക്, പിന്നെ സോയ സോസ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ഡോണറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ നഗറ്റ്സ് ഇല്ലേ, നമ്മൾ വാങ്ങുന്ന നഗറ്റ്സിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നോമ്പെടുക്കുന്ന കുഞ്ഞു മക്കളുണ്ടാവില്ലേ, അവരെയും കൂടി നമുക്ക് സന്തോഷിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ ഇതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റൗണ്ടിലുള്ള ഏത് ഷേപ്പാണെങ്കിലും ഈ ഒരു ഫലാഫൽ ഉണ്ടാക്കുന്ന ടൂളാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് റൗണ്ടിലൊന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കയ്യിലിങ്ങനെ പറ്റി പിടിക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ആദ്യം. എന്നിട്ട് വേണം നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ഒന്നും കൂടി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാ റൗണ്ടും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് നടുവിൽ ഹോള് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് കുറച്ചധികം അരച്ചെടുത്ത് കഴിഞ്ഞാലേ നമുക്കിത് ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് ഫ്രീസറിലങ്ങ് മാറ്റി വെച്ചാലേ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒന്നും കേടാവുന്നില്ല കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ തന്നെ വെച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ട ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഡോണറ്റിൻ്റെ ഷേപ്പിലാക്കിയതേ ഉള്ളൂ. പിന്നെ ഞാനിതാ നോസിൽ വെച്ചിട്ടാണ് നടുവിൽ ഹോളിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ടൂൾ വെച്ചിട്ട് ഇങ്ങനെ ഹോളിട്ട് കൊടുക്കാം. പിന്നെ ഇതാ നമുക്ക് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഒന്നും കൂടി നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനിയൊന്നുമില്ല, ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി, ആവശ്യത്തിനനുസരിച്ചുള്ളത്. പിന്നെ ഇത് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് ബട്ടറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ചും കൂടി ഒരു ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് വേണം കേട്ടോ നമുക്കിത് ഓയിലോട്ട് ഇട്ട് കൊടുക്കാൻ. നമ്മൾ കുറച്ച് തീ കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പുറം ഭാഗം കരിയും, ഉള്ളു വേവില്ല. എന്നാലും പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനും പറ്റും കേട്ടോ. അരച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും കേട്ടോ. പിന്നെ ഒരു ഭാഗത്ത് തന്നെ കുറേ നേരം അങ്ങ് എണ്ണയിൽ ഇടാണ്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് എടുക്കണേ. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ വേഗം തന്നെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് റെസിപ്പി തന്നെയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കും കൂടി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.